എല്ലാവർക്കും നമസ്കാരം. സ്ത്രീജനങ്ങൾ നിത്യവും രാവിലെയും വൈകിട്ടും ഈ പറയുന്ന പോലെ ചെയ്യുക. അവരുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കളിയാടും എന്ന കാര്യത്തിൽ സംശയമില്ല. വിശ്വാസത്തോടെയും അർപ്പണബോധത്തോടെയും ഈ പ്രവൃത്തി ചെയ്യുക. എന്തെന്ന് വെച്ചാൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് നിലവിളക്ക് കൊളുത്തുക. അതിനുശേഷം നമ്മൾ കിണറുണ്ടെങ്കിൽ കിണറ്റിലെയോ പൈപ്പിലെയോ ശുദ്ധമായ ജലം ഒരു പാത്രത്തിലെടുത്ത് തുളസി തർപ്പണം ചെയ്യുക, അതായത് ഒഴിക്കുക. എന്നിട്ട് ആ തുളസി ഇലയിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളം നമ്മുടെ കൈക്കുമ്പിളിലേക്ക് ശേഖരിച്ച ശേഷം അല്പജലം നാവിലേക്ക് കുടിക്കുക. അതിനുശേഷം കണ്ണിൽ തെളിക്കുക, ശരീരമാകെ തെളിക്കുക. എന്നിട്ട് ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഇന്നത്തെ ദിവസം ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കണേ, എനിക്കും എൻ്റെ കുടുംബത്തിനൊന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനുശേഷം വന്ന് നിലവിളക്കിൻ്റെ ദീപം കൊളുത്തി തുളസിത്തറയ്ക്ക് 3 പ്രദക്ഷിണം വയ്ക്കണം. ആ 3 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജപിക്കേണ്ട സ്തുതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സ്തുതി ജപിച്ച് നിത്യവും രാവിലെയും വൈകിട്ടും വിളക്കൊളുത്തുമ്പോൾ ജപിക്കേണ്ട അത്യാവശ്യമാണ്. എന്താണ് ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. പ്രസീദ തുളസി ദേവി പ്രസീദ ഹരിവല്ലവി ക്ഷീരോ മദനോ ഭൂതേ തുളസിത്വം നമാമിഹം. അർത്ഥം പറഞ്ഞുതരാം. തുളസി ദേവി എന്നിൽ പ്രസാദിക്കണേ, മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട ദേവി എന്നിൽ പ്രസാദിക്കണേ. ക്ഷീരോ മദനോത്ഭൂതേ പാലാഴി മദനത്തിലൂടെ ഉത്ഭുതമായ ദേവി തുളസി ദേവി ഞാൻ നമിക്കുന്നു. ഇതാണ് അർത്ഥം. ഈ അർത്ഥം മനസ്സിലാക്കി നിത്യവും രാവിലെയും വൈകിട്ടും ജപിക്കുക. നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്ന് കളിയാടും എന്ന കാര്യത്തിൽ സംശയമില്ല.